നമുക്ക് വർത്തമാനിക്കാം അല്ലേ? അപ്പം ഗുരുവും അപ്പം അങ്ങനെ വീണ്ടും യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പ് അല്ലേ? തൃപ്പാദങ്ങൾ അങ്ങനെയല്ലേ കൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പ് വീണ്ടും വന്നിരിക്കുക. വാസ്തവത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പം വൈദ്യരും റൈറ്ററും ഗുരുവിനെ സമീപിച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചപ്പം ഇപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു ഇന്ത്യക്കാരനും ഇന്ത്യയിൽ ഇപ്പം മലയാളിയാണെങ്കിൽ കേരളത്തിലുള്ള ഒരാൾ മലയാള മാസത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ചിങ്ങമാസം അല്ലേ, അല്ലെങ്കിൽ വ്രതമൊക്കെ ഉണ്ടാകുന്ന വൃശ്ചിക മാസം, ഇങ്ങനെ നമ്മൾ മലയാളികൾ പുണ്യ ദിനമായി കാണുന്ന ഏതെങ്കിലും ഒരു തീയതിയായിരിക്കും നിശ്ചയിക്കുക. പക്ഷേ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് ഗുരു ഇതിനു വേണ്ടി കൽപ്പിച്ച് തന്നത്. അത് യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പാണ്, മലയാളിയുടെ ആണ്ടുപിറപ്പല്ല. ഭാരതീയന് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള ഒരു ദിവസമല്ല, മറിച്ച് യൂറോപ്യൻ്റെ, ഒരുപക്ഷെ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അവന് തീരെ സ്വീകാര്യമല്ലാത്ത ഒരു ദിനമാണ് യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പ് എന്നുള്ളത്. കാര്യം ഈ തൃപ്പാദങ്ങൾ ഇത് കൽപ്പിച്ച് അനുവദിക്കുന്ന സന്ദർഭത്തിൽ യൂറോപ്യൻ ഇത് കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന അവർക്കെതിരെ അവരെ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി സമരസന്നാഹങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഗുരു യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പിനെ ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടി കൽപ്പിച്ചനുവദിക്കുന്നത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ ഗുരുവിൻ്റെ ഒരു വേറിട്ട, ഇപ്പം ഭാരതത്തിൽ മറ്റ് ഏതെങ്കിലും ഒരു ഋഷിവര്യനോ അല്ലെങ്കിൽ പരിഷ്കർത്താക്കളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഭാരതീയർ ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വമോ ഒരിക്കലും യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പിനെ ഇത്രയേറെ മാനിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അനുവാദം ചോദിച്ച സന്ദർഭത്തിൽ ആ അനുവാദം ചോദിച്ചതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഓർമ്മിക്കണം, ഹിന്ദുക്കൾക്ക് തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടി കാശിയും രാമേശ്വരവും ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് തീർത്ഥാടനത്തിന് വേണ്ടി അവരുടെ പുണ്യസ്ഥലങ്ങളുണ്ട്. ഇസ്ലാമിന് തീർത്ഥാടനം ചെയ്യുന്നതിന് മക്കയും മദീനയും പോലെയുള്ള പുണ്യസ്ഥലങ്ങളുണ്ട്. നമുക്ക് തീർത്ഥാടനം ചെയ്യുന്നതിന് ശിവഗിരി പുണ്യസ്ഥലമായി കൽപ്പിക്കണം എന്നുള്ളതാണ് റൈറ്ററുടെയും വൈദ്യരുടെയും ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ആവശ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദുക്കൾക്ക് തീർത്ഥാടനം നടത്താൻ കാശിയും രാമേശ്വരവും ഉണ്ട്. അപ്പോൾ വൈദ്യരും റൈറ്ററും അല്ലെങ്കിൽ ആരാണോ ഈ തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചവർ, അവരിതിൽ പെടുന്നില്ല എന്നവിടെ വ്യംഗ്യമുണ്ട്. അവർ ഹിന്ദു മതവിശ്വാസികളായിരുന്നുവെങ്കിൽ അവർക്കും കാശിയിലും രാമേശ്വരത്തും പോയാൽ മതി. എല്ലാ ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചോദിച്ച വൈദ്യരും റൈറ്ററുമാണ്. അവർ ചോദിച്ചെങ്കിലും അവരൊരു സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്താണ് അവിടെ. പ്രത്യേകിച്ചും അതിൽ ഈഴവർക്കും തീയർക്കും എന്ന് എടുത്തു പറയുന്നുമുണ്ട്. ഈഴവർക്കും തീയർക്കും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ഒരു വിഭാഗം ജനങ്ങൾക്ക് അപ്പോൾ അവർ ഹിന്ദുത്വത്തോട് വിധേയപ്പെട്ടവരല്ല എന്നുള്ള 100% ഉറപ്പോടുകൂടിയാണ് ഗുരുവിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ ആവശ്യത്തെ ഗുരു വിമർശന ബുദ്ധിയാണ് കാണുന്നത്. അപ്പോൾ വർക്കല പുണ്യസ്ഥലമാണല്ലോ, അപ്പോൾ ശിവഗിരി പുണ്യസ്ഥലമായിട്ട് കൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പം വർക്കല പുണ്യസ്ഥലമാണല്ലോ, ജനാർദ്ദനം ഉണ്ടല്ലോ, വർക്കല ജനാർദ്ദന ക്ഷേത്രം ഉണ്ട്. അപ്പം ജനാർദ്ദനത്തിൽ ജനാർദ്ദന ക്ഷേത്രത്തെ പുണ്യസ്ഥലമായി സങ്കല്പിച്ച് അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ജനാർദ്ദനം പുണ്യസ്ഥലമാണ്, പുരാതനമാണ്, പുണ്യമാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് ജനാർദ്ദന ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി നിങ്ങൾക്ക് ഈ ഒരു തീർത്ഥാടന താല്പര്യം സംരക്ഷിച്ചാൽ പോരെ എന്ന് ഗുരു തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യരും റൈറ്ററും പറഞ്ഞ
ആവശ്യക്കാർ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്താണത്? അവർ പറഞ്ഞത് അത് സവർണ ക്ഷേത്രമാണ്, അവിടെ നമ്മളെ പ്രവേശിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ അവിടെ അവജ്ഞയാണ് നമ്മൾക്കുണ്ടാകുന്നത്. ഇതോ ഹേമദണ്ഡങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. അവർ അവജ്ഞ മാത്രമല്ല, ശാരീരികമായ പീഡനം പോലും അനുഭവിക്കേണ്ടി വരുന്നു ഹിന്ദു ക്ഷേത്രങ്ങളിൽ. അപ്പോൾ നമ്മൾ ഈഴവർ അല്ലെങ്കിൽ തീയർ എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകാം, പക്ഷേ അവർക്ക് അവിടെ അവജ്ഞയും ഈ പറഞ്ഞ പോലെ ഹേമദണ്ഡങ്ങളും ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് വൈദ്യരും റൈറ്ററും ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ ഗുരു ഇവരെ കറക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അതിനെ തിരുത്തിയെടുക്കണം എന്നിവരോട് ആവശ്യപ്പെടുകയോ നിങ്ങളും ഹിന്ദുക്കളാണ്, നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടുകയാണ് വേണ്ടത്, ഈ പറഞ്ഞതുപോലെ കാശി രാമേശ്വരമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പുണ്യപുരാതനങ്ങളായ ക്ഷേത്രങ്ങളിൽ നിങ്ങളും പോയി നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടുകയാണ് വേണ്ടത് എന്ന തരത്തിൽ ആവശ്യക്കാരെ തിരുത്തുകയല്ല ഗുരു ചെയ്തത്. മറ്റൊന്ന് പറയുകയും ചെയ്തില്ല. എന്നുവെച്ചാൽ ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആവശ്യം, ഗുരുവിൻ്റെ മുന്നിൽ ഇവരെ അവതരിപ്പിച്ച ആ ആവശ്യം ന്യായമാണ് എന്ന് ഗുരുവിന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഗുരു അതിന് അനുമതി നൽകിയത്. പക്ഷേ അത് അനുമതി നൽകുന്നതിന് മുൻപ് തന്നെ ഇവരോട് വീണ്ടും ആശയം ഇവരോട് ചോദിച്ചറിയുന്നുണ്ട് എന്തിനാണ് എന്നുള്ളത്. അതിപ്പം ഇവർ സാധാരണ ഒരു തീർത്ഥാടനം എന്ന നിലയിൽ ഇപ്പം പളനി പോകുന്നത് പോലെ, അല്ലെങ്കിൽ രാമേശ്വരത്ത് പോകുന്ന പോലെ, അല്ലെങ്കിൽ ശബരിമലയിൽ പോകുന്നത് പോലെ ഒരു വിശ്വാസ സംരക്ഷണ രീതി എന്ന നിലയിൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് തൃപ്പാദങ്ങൾക്ക് ബോധ്യമായി. അപ്പോഴാണ് ഗുരു ചോദിക്കുന്നത്, അങ്ങനെ മതിയോ? കുറേ പേര് ഈ പറഞ്ഞ പോലെ ശിവഗിരി പുണ്യസ്ഥലമാണെന്ന് കരുതി. അപ്പോൾ ഗുരു വീണ്ടും ചോദിക്കണം, നാം ശിവഗിരി പുണ്യസ്ഥലമാണെന്ന് കൽപ്പിച്ചാൽ അത് പുണ്യസ്ഥലമാകുമോ? ജനങ്ങൾ അത് സ്വീകരിക്കുമോ? ജനങ്ങൾ അവിടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വളരെ ശക്തമായി പറയുന്നുണ്ട്, തീർച്ചയായും അങ്ങ് അവിടുന്ന് കൽപ്പിച്ചാൽ മതി, ജനങ്ങളത് സ്വീകരിക്കും. അതുകൊണ്ട് കൽപ്പന മതി എന്നുള്ളതാണ് ഇവരുടെ. എന്നുവെച്ചാൽ ഗുരു കൽപ്പിച്ചാൽ കൃത്യമായി ഇത് പുണ്യസ്ഥലമായി മാറപ്പെടുമെന്നും തീർത്ഥാടകർ അവിടെ എത്തുമെന്നും ഇവർക്ക് നല്ല ഉറപ്പാണ്. ആ ഉറപ്പ് ഗുരുവിനെ ബോധ്യപ്പെടുത്തി. അപ്പോൾ മറ്റുള്ളവരോടും ചോദിച്ചപ്പോൾ അവർക്കും അത് സ്വീകാര്യമായി. അങ്ങനെ വന്നപ്പോഴാണ് ഗുരു അതിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു തീർത്ഥാടന, ഒരു വിശ്വാസ സംരക്ഷണ സമ്പ്രദായം എന്നുള്ള നിലയിലുള്ള ഒരു തീർത്ഥാടന കാഴ്ചപ്പാടാണ് ഇവരാഗ്രഹിക്കുന്നത് എന്ന് ഗുരു മനസ്സിലാക്കിയപ്പോഴാണ് അതുപോരാ, അങ്ങനെ ആയാൽ പറ്റത്തില്ല. കുറച്ച് പേര് പണം മുടക്കി ഇവിടെ വന്ന് ഉണ്ടുറങ്ങിയും തിരിച്ചു പോയിട്ട് കാര്യമുണ്ടോ, അതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്ന് ചോദിക്കുകയും, അപ്പോഴാരോ ഈ ശബരിമല കെട്ടും സ്വാമി അയ്യപ്പോ എന്നും പറഞ്ഞ് ശരണം വിളിച്ച് പോകുന്നു. ഇങ്ങനെ പോകുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഒരു തീർത്ഥയാത്ര ചെയ്യുന്നവർ കടന്നു പോയപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു വിമർശനവും ഉണ്ട്. എന്നുവെച്ചാൽ ഒരു തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ അങ്ങ് എന്തെങ്കിലും ഒരു സങ്കല്പത്തിൽ പോവുകയല്ല വേണ്ടത്, മറിച്ച് അത് സമൂഹത്തിന് ഗുണം ചെയ്യണം എന്നുള്ള ഒരു വലിയ തിരുത്തൽ കൂടി വരുത്തിയിട്ടാണ് ഒരു ഉദ്ദേശവും ലക്ഷ്യവും. അപ്പോൾ ഏതൊരു പ്രവൃത്തിക്കും ഒരു ഉദ്ദേശവും ലക്ഷ്യവും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു തീർത്ഥാടനം നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായും അതിനൊരു ഉദ്ദേശലക്ഷ്യം വേണം എന്ന് ഗുരു അവിടെ ഇവരെ ബോധവത്കരിക്കുകയാണ്. എന്നിട്ടാണ് ഈ വിഷയങ്ങളിലേക്ക് വരുന്നത്. ഈ ലക്ഷ്യങ്ങൾ വരികയും, അപ്പോൾ ഈ തീർത്ഥാടകരായി വരുന്നവർ ഒരു വിശ്വാസത്തിലാണ് വരുന്നത്. അവർ വരുന്ന ഗുരുവിൽ വിശ്വസിച്ച് വരുന്നതാണ്. കാരണം ഗുരുവിൻ്റെ കൽപ്പന പാലിച്ച് വരുന്നതാണ്. ഗുരുവിൻ്റെ കൽപ്പനയെ അതിനെ സ്വീകരിച്ച് ഗുരു കൽപ്പിച്ചത് കൊണ്ട് ഇത് പുണ്യമാണ്, ഇവിടെ വരണം. അപ്പം വാസ്തവത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ജനങ്ങളെല്ലാം ഗുരുവിൻ്റെ കൽപ്പനയെ പാലിക്കുന്നവരാണ്. അപ്പം നാം കൽപ്പിച്ചാൽ ശിവഗിരിയിൽ ആൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വൈദ്യരും റൈറ്ററും തീർച്ചയായും കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള നിദാനമാണ് ഈ കാണുന്ന ജനങ്ങളെല്ലാം. എന്ന് പറഞ്ഞാൽ ഇവർ കലാകാലങ്ങളിൽ ഇപ്പോൾ നമ്മളിവിടെ കൂടുന്ന സന്ദർഭത്തിൽ നമുക്ക് വളരെ സുഖകരമായി പ്രദക്ഷിണം വെക്കാമായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഭംഗിയായ. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന, ഈ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്നവർ മാത്രമേ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കടന്നു വരാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തി. എന്നതുപോലെ ജനബാഹുല്യം,
ഇപ്പം വളരെ മുന്നേ തുടങ്ങി. 30-31 എന്നുള്ളത് ഗുരു ജനുവരി യൂറോപ്പിൻ്റെ ആണ്ടുപിറപ്പാണ് എന്ന് കൽപ്പിച്ചതെങ്കിലും അത് മുന്നേ തന്നെ 30-31 കൂടി ചേർത്തു. ഇപ്പോൾ അത് കുറച്ചുകൂടെ പുറകോട്ട് ചേർക്കേണ്ടി വന്നു. എന്താ ഈ ജനങ്ങളെ 26 മുതൽ ഈ വർഷം ആരംഭിച്ചു. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ ഗുരുവിൻ്റെ ആ വാക്ക്, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ആ എന്താ പറയുന്നത്, ഗുരു കൽപ്പിച്ചാൽ പുണ്യസ്ഥലമാകും, ജനം സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ജനബാഹുല്യം നമ്മളെ ബോധ്യപ്പെടുന്നത് അതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ ഗുരുവിൽ വിശ്വസിക്കുന്ന, വീണ്ടും നമ്മൾ പല ഞാനിപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ യൂറോപ്യൻ്റെ ആണ്ടുപിറപ്പും ഒപ്പം ഈഴവ തീയ വിഭാഗവും അവർ ഹിന്ദുക്കളല്ല എന്നുള്ളതും അവർ ഹിന്ദു സങ്കേതങ്ങളിൽ പോകേണ്ടവരല്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അവിടെ വളരെ കൃത്യമായും അവിടെ, അല്ലെങ്കിൽ ഗുരു ഇങ്ങനൊരു അനുവാദം തരുമായിരുന്നില്ല. അപ്പോൾ ഗുരു ഇങ്ങനൊരു അനുവാദം തന്നപ്പോൾ പിന്നെ ഒരു സാധാരണ വിശ്വാസത്തിൽ, ഇപ്പം ഈ ജനങ്ങളോട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കത്തില്ല. കാര്യം എന്താ, അവരങ്ങനെ ഒരു അറിവിലാണ് നിൽക്കുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഗുരു ജനാർദ്ദനത്തിൽ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാൽ നിങ്ങൾ ഹിന്ദുമതത്തോട് പൊരുത്തപ്പെട്ട് നിങ്ങൾ ആ ഹിന്ദുമത ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പാലിച്ചു പോയാൽ പോരെ എന്ന് ഗുരു അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ വളരെ യുക്തമാവും ന്യായമായിട്ടുള്ള മറുപടി കൊടുത്തു. ഇല്ല, അവിടെ നമുക്ക് പറ്റത്തില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഗുരു കൽപ്പിച്ച് അനുവദിച്ചു കൊടുക്കുന്നു. ഇനി തുടർന്ന് ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഈ നിങ്ങളൊക്കെ എങ്ങനെ കരുതുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പം ഈഴവ ശിവനെന്നും നമ്മുടെ ശിവനെന്നും ഉള്ള ഒരു വലിയ തർക്കം, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ആദ്യകാല എല്ലാ രേഖകളിലും ഈഴവ ശിവനെന്നായിരുന്നു കേട്ടോ. ആദ്യകാല എല്ലാ റെക്കോർഡുകളിലും ഈഴവ ശിവനെന്ന് തന്നെയാണ്. ഇനി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിനെ സംബന്ധിച്ചൊരു മൂസത് ഗുരുവുമായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു വളരെ കർക്കശമായി പറയുന്നുണ്ട്, നാം ബ്രാഹ്മണശിവനെ അല്ല പ്രതിഷ്ഠിച്ചത്, നാം ഈഴവശിവനെ തന്നെയാണ് പ്രതിഷ്ഠിച്ചത്. എന്നാൽ ഈ അരിവിപ്പുറത്ത് മാത്രമല്ല, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും അത് വടിവരയിട്ട് പറയുന്നുണ്ട്. അത് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു സന്ദർഭത്തിൽ ഈ ഈഴവ എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് അതൊരു ജാതി എന്നുള്ള, ഹിന്ദു മതത്തിലെ ഒരു ജാതി എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നതിനെ സംബന്ധിച്ച് ഗുരുവിനോട് ചോദിച്ചപ്പം അതൊരു ജാതിയല്ലെന്നും ജാതി വിഭാഗമല്ലെന്നും അതൊരു ദേശപ്പേരാണെന്നും ഗുരു ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഈഴത്ത് നിന്ന് വന്നവർ, ഈഴത്ത് നാട്ടുകാർ, എന്നിട്ട് അത് ഈഴവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ജാതിയായി കരുതുന്നുണ്ടെങ്കിൽ ചിരകാലം അവർ കേരളത്തിൽ വസിക്കുന്നത് കൊണ്ട് അവരെ മലയാളി എന്ന് ആക്കിക്കൂടെ എന്നും ഗുരു ചോദിക്കുന്നുണ്ട്. ഈഴവരൊരു ദേശപ്പേരായതുകൊണ്ട് ഇത്രയും കാലം ഇവർ ഈ മലയാള ദേശത്ത് കേരളത്തിൽ വന്ന് താമസിച്ചിട്ട് വീണ്ടും അവരെ ഈഴവർ എന്ന് പറയേണ്ടതുണ്ടോ? ന്യായമായും അവരെ മലയാളി എന്ന് വിളിച്ചുകൂടെ എന്ന് ഗുരു ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെയാണ് ഗുരു അവിടെ ഈ ഒരു പേരിലൂടെ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഗുരുവിനെ ഈ ജാതിയെ സംബന്ധിച്ച്, ഈഴവ ജാതിയെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണാത്മകമായിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഗുരു ഈ പറഞ്ഞ ഗുരു ഈഴത്ത് ഒരു ദേശപ്പേരാണെന്ന് പറഞ്ഞു. ആ ഒരു ഇതിലേക്ക് തന്നെയാണ് ഈ ഗവേഷണങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധമതവിശ്വാസികളായിട്ടുള്ളവർ ബുദ്ധമതത്തെ ഇവിടെ നിന്ന് നിഷ്കാസിതമാക്കിയ സന്ദർഭത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇവിടുത്തെ ബുദ്ധമത വിശ്വാസികൾ കടന്നുകൂടുകയും അങ്ങനെ ഒരു കൂട്ടർ ശ്രീലങ്കയിൽ പോവുകയും സിംഗളത്ത് പോവുകയും സിലോണിൽ പോവുകയും അവിടെ പിന്നീട് അവർ കേരളത്തിലേക്ക് വരികയും അങ്ങനെ വന്നവരാണ്. അപ്പം ബുദ്ധ പാരമ്പര്യത്തിലുള്ളതും പിന്നെ ഇവർ നിഷ്കാസിതമായപ്പോൾ ഇതര ഭൂഖണ്ഡങ്ങളിലൊക്കെ ചേക്കേറുകയും ചെയ്തിട്ട് വീണ്ടും അവർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തവരിൽ കേരളത്തിൽ വന്നവരെയാണ്, സിലോണിൽ നിന്ന് വന്നവരെയാണ് ഈഴവരെന്നുള്ളത് സിദ്ധാന്തിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ നോക്കുമ്പം ഈ ചങ്ങനാശ്ശേരി തിരുവല്ല കുറുപ്പന്മാരെ ഈഴവരായി കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഗുരു. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ
സ്വാമി ജാതി ഈ ഒരു ജാതി ഒരു മതം ജാതി ചോദിക്കരുത് പറയരുത് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഈഴവരൊരു ജാതി ശബ്ദമാണ് എന്നുള്ള ധാരണയിൽ ഈ വാക്ക് പറയുമ്പോഴേ എല്ലാവരും എന്തു ചെയ്യും, അതിനോട് പ്രതിരോധിക്കും. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി അറിയേണ്ട സംഗതി ഗുരു പറഞ്ഞു തന്നതാണ്. ഈഴവർ എന്ന് പറയുന്നത് ഒരു ജാതി പേരല്ല, അതൊരു ദേശപ്പേരാണ്. അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ പ്രത്യേക ഈ സാഹചര്യത്തിൽ ഈ ഈഴവരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടരെ കൂട്ടിയിട്ട് ഇന്ത്യയിൽ അന്നും ഇന്നും ശക്തമായി നിൽക്കുന്ന ഈ ജാതി ഭേദത്തെ ഇല്ലാതാക്കാൻ ഈ ഒരു കൂട്ടരെ ഉപയോഗിക്കാമെന്ന് ഗുരു കരുതിയിരുന്നു. അത് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തമായി നമ്മൾ വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ടും അത് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യയിൽ ജാതിഭേദം കൊണ്ടുണ്ടാകുന്ന ഈ ദുരിതത്തെ ഇല്ലാതാക്കുവാൻ ഈ ഒരു കൂട്ടർക്ക് കഴിയും എന്ന് ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇനിയും പ്രതീക്ഷ അതിൽ തന്നെയാണ്. ഇനി ഇവരിലൂടെ അതിപ്പോൾ നോക്കുമ്പോൾ ഈ ജനസഞ്ചയത്തിന് ഇതൊന്ന് ബോധ്യപ്പെട്ടാൽ മതി. ഈ മഹാസമാധിക്ക് ചുറ്റും നിൽക്കുന്ന ഈ മനുഷ്യർക്ക് ഗുരു പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുരു ഉൾക്കൊണ്ട ഈ ഒരു കാര്യത്തെ ബോധ്യപ്പെട്ടാൽ ഗുരു വിചാരിച്ച കാര്യം ഇന്ത്യയിൽ നടക്കും. പക്ഷേ ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. അത് പക്ഷേ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ വസ്തുനിഷ്ഠമായിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പം ഒരു ജാതീയമായ കാഴ്ചപ്പാടല്ല ഉള്ളത്, മറിച്ച് ഗുരുവിനോട് ചേർന്ന് നിന്ന് ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കുമ്പം ഈഴവർ എന്ന് പറയുന്ന ഒരു ഈ ഭാരതത്തിലെ ഈ വർണ്ണവിഭാഗത്തിൽപ്പെട്ട അതിൽ നിന്നുണ്ടായിട്ടുള്ള ജാതി വിഭാഗത്തിൽപ്പെട്ടതല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഈഴവർ മധ്യവർത്തികളാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പം അങ്ങറ്റം നിൽക്കുന്ന ബ്രാഹ്മണനും ഇങ്ങറ്റം നിൽക്കുന്ന ചണ്ടാലനും ഉണ്ടെങ്കിൽ ഇവർക്ക് നടുവിലായി നിൽക്കാൻ പറ്റുന്ന ഒരു കൂട്ടരാണ് ഇവർ. മധ്യവർത്തികൾ എന്നാണ് ഗുരു വിളിച്ചത്. ഇവർ നടുവിൽ നിന്നാൽ അവിടുന്ന് ഇവിടുന്നുള്ളവരെ ചേർത്ത് ഈ സമത്വത്തിലേക്ക് എത്തിക്കാൻ ഇവർക്കേ പറ്റൂ എന്നുള്ളതാണ് ഗുരുവിൻ്റെ യുക്തി. പക്ഷെ ആ ഒരു നടുനിലയിൽ നിൽക്കാൻ ഈ സമുദായത്തിന് തിരിച്ചറിവുണ്ടാവണം. ഗുരു ഇങ്ങനൊരു ഗുരുവിൻ്റെ വിഷൻ ഇതായിരുന്നു. അപ്പോൾ സാമൂഹികമായി എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യമായി കാണാനായിട്ട് ഒരു നല്ല പ്രവർത്തനം ചെയ്താലേ പറ്റൂ, അല്ലാതെ സ്വാഭാവികമായിട്ട് സംഭവിക്കത്തില്ല. കാരണം ഇത്ര നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത്രയും ഇത് ശക്തമായി ഈ ജാതിഭേദ ചിന്ത മനുഷ്യരുടെ മനസ്സിൽ സ്വാധീനിച്ച സ്ഥിതിക്ക് അതിൽ നിന്ന് മാറി ഈ സമൂഹം ജാതിഭേദ ചിന്തയില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു സ്ഥിതി ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചേ മതിയാവും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗുരു ഈ പറഞ്ഞ പോലെ SNDP യോഗം ഉണ്ടാക്കിയത്. ഈ പ്രസ്ഥാനം ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ SNDP യോഗം ഉണ്ടാക്കിയതും അത് ആരെങ്കിലും അസംഘടിതമായി പ്രവർത്തിച്ചാൽ അത് സാധിക്കത്തില്ല. അതിന് സംഘടിതമായ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നുള്ള അതുകൊണ്ടാണ് ഗുരു 2 സംഘടനയ്ക്കും രൂപം കൊടുത്തത്. എന്നുവെച്ചാൽ അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല, ഒരു വ്യക്തിപരമായ ആരെങ്കിലും ഇത് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല. സംഘടന അത്ര സംഘടിതമായ ഒരു പ്രവർത്തനം ഈ വിഭാഗം ചെയ്താൽ ഈ ഇന്ത്യയിലെ ഈ അസമത്വം ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലെ ഈ ഇന്നും നിലനിൽക്കുന്ന ഈ അസമത്വത്തെ ഇല്ലാതാക്കാൻ ഉള്ളൊരു ആകെയുള്ളൊരു പോംവഴിയാണ് ഈ സമുദായത്തിൻ്റെ ഒത്തുചേരൽ, അല്ലെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽ ഈ തിരിച്ചറിവുണ്ടാവണം അവർക്ക്. ഒന്നാമത് ഞങ്ങളൊരു ജാതിക്കാരല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഞങ്ങളൊരു ജാതിക്കാരല്ല, ഞങ്ങൾ ഈ ജാതി ശ്രേണിയിലെ ഒരു ഘടകമല്ല എന്നുള്ള തിരിച്ചറിവ് ഒന്നാമതുണ്ടാവണം. ഞങ്ങളിങ്ങനൊരു ഇന്ത്യയിലെ ഹിന്ദുമതവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജാതി വിഭാഗത്തിലെ ഒരു കൂട്ടരല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇവരെ കൊണ്ട് ഈ സമൂഹത്തിൽ സമത്വം ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി നമ്മൾ ഈ പളാത്തുരുത്തി സന്ദേശത്തിലേക്ക് വരുമ്പം അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് വേറിട്ട ഒരു ഐഡൻറ്റിറ്റി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അന്നേ ഉണ്ടായിരുന്നു. അതാണ് ആശാൻ്റെ ഈ ഗുരുസ്തവത്തിൽ പോലും അത് ശ്രദ്ധേയമാണ്. ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമവ്യാഹാര ബലത്താൽ വിജയിപ്പൂ. അന്നും ഗുരുവിനെ മാത്രം ശരണമായി കാണുന്ന ഒരു വലിയ വിഭാഗം അന്നും ഉണ്ടായിരുന്നു. ഗുരു ശശരീരിയായിരുന്നപ്പോൾ തന്നെ അവർക്ക് ഗുരു മാത്രമായിരുന്നു അഭയം. അപ്പോൾ ഗുരുവാണ് രക്ഷകൻ, ഗുരുവാണ് ദൈവം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം അന്നേ ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഗുരുവിനെ രക്ഷകനായി കണ്ടുകൊണ്ട്
ഗുരുവിനെ ദൈവമായി കണ്ടുകൊണ്ട് വിശ്വസിച്ച് ഗുരുവിൻ്റെ ആ വിശ്വാസത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തിലായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ഔദ്യോഗികമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ഒക്കെ മുന്നോട്ട് വന്നൊരു വലിയ വിഭാഗമാണ്. ഇന്നിപ്പം കേരളത്തിലെ ഇന്നിപ്പം ഈ ഈഴവ സമുദായത്തെ എല്ലാവർക്കും ആവശ്യമായി വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ആവശ്യമെന്ന് പറഞ്ഞ് ഈ ഒരു ജനസമൂഹത്തെ അവരോട് ചേർത്ത് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ BJP ആയിരുന്നാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും കോൺഗ്രസ്സുകാരായിരുന്നാലും ശരി, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ഇവരെ മാറ്റി നിർത്താനൊക്കത്തില്ല എന്ന നിലയിലേക്കെത്തി. ഇവർ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറി. പണ്ട് ഇവരെ കയറ്റാതിരുന്നവരാണെങ്കിലും ഇന്നിപ്പോൾ ഇവരെല്ലാം വേണ്ടപ്പെട്ടവരായി മാറി. എന്താ കാര്യം വെച്ചാൽ ഇവരെല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായിട്ട് സമ്പന്നർ ധാരാളമായി, വിദ്യാസമ്പന്നർ ധാരാളമായി, പിന്നെ അതേപോലെ നല്ല ദീക്ഷണാശാലികളായിട്ടുള്ളവരും അതേപോലെ തന്നെ കർമ്മശേഷിയുള്ളവരും പ്രാപ്തിയുള്ളവരും എല്ലാം ആ തരത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തവരായി മാറിയപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഗുരുവിലുള്ള ഒരു വിശ്വാസത്തിലും ഗുരുവിൻ്റെ ഗുരുവിനോട് ഇപ്പം നമ്മൾ നോക്കുമ്പം സഹോദരൻ അയ്യപ്പൻ, TK മാധവൻ, CV കുഞ്ഞിരാമൻ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ എന്നു വേണ്ട ആ കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധി രാക്ഷസന്മാർ ഗുരുവിനെ പിൻപറ്റിയവരായിരുന്നു. അപ്പോൾ അവർക്കും ഒരു പ്രചോദനമായിരുന്നത് ഈ ഗുരുവിൻ്റെ സാന്നിധ്യവും സന്ദേശവുമായിരുന്നു. ഇപ്പം സമാധി ഗീതത്തിൽ സഹോദരനയ്യപ്പൻ്റെ പടനായകൻ പോയി വിലപിക്കുന്നു, അല്ലേ? പടനായകൻ പോയി. അപ്പോൾ ഒരു പടനായകനായി ഗുരുവിനെ നിർത്തുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഗുരുവിൻ്റെ ആജ്ഞാനുവർത്തികളായി മാത്രമായിരുന്നു ഇവരെല്ലാം നിന്നിരുന്നത്. അത് ഓരോ സന്ദർഭത്തിൽ ഓരോ ഇൻസിഡൻസ് എടുത്ത് നോക്കുമ്പോഴും അറിയാം. ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഘട്ടത്തിൽ TK മാധവൻ മുന്നോട്ട് വന്നപ്പം അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ വേറെ കൂട്ടത്തിലുള്ളവരുണ്ടായിരുന്നു. പക്ഷെ തൃപ്പാദങ്ങൾ ഇതിന് അനുകൂലമാണ് എന്ന് വന്നപ്പോഴത്തേക്കും ഈ അഭിപ്രായ വ്യത്യാസം എല്ലാം മാറി. അങ്ങനെയാണ്. അപ്പോൾ ഗുരു എങ്ങനെ കരുതുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ പെരുമാറാൻ ഈ വ്യത്യസ്തമായ ആശയമുള്ള ഈ ബുദ്ധിരാക്ഷസന്മാർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരു കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഴയകാല പുസ്തകങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം. തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ, തൃപ്പാദങ്ങൾ എന്നല്ലാതെ കൽപ്പിക്കുക എന്നുള്ള വാക്ക് അല്ലാതെ പറയുക എന്നൊന്നും ആരും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഗുരു പറഞ്ഞാൽ നിന്നും ആരും എവിടെയും നിങ്ങൾക്ക് പഴയ പുസ്തകത്തിൽ എവിടെയും അങ്ങനെ ഒരു വാക്ക് കാണാൻ കഴിയില്ല. തൃപ്പാദങ്ങൾ കൽപ്പിച്ചാൽ അവിടുത്തെ ഇംഗിതം പോലെ ഇങ്ങനെയൊക്കെയാണ്. ആ കെട്ടുകല്യാണം നിർത്തലാക്കുന്ന ഇടത്ത് ഈ ചെന്ന് അങ്ങനെ പറഞ്ഞാൽ നാം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, അവിടുന്ന് കൽപ്പിച്ചാൽ മതി, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഗുരുവിനോടുണ്ടായിരുന്ന ആദരവിന്, ഗുരുവിനെ പ്രത്യക്ഷത്തിൽ ദൈവമായി കണ്ടുകൊണ്ട് തന്നെ ഗുരു എങ്ങനെ കൽപ്പിക്കുന്നു അതുപോലെ അനുസരിക്കാൻ സന്നദ്ധരായി നിന്ന വലിയ ധീരന്മാരായിരുന്നു ഇവരെല്ലാം. അവരാരും ബുദ്ധിയിൽ കുറഞ്ഞവരായിരുന്നില്ല, അവരാരും സമൂഹത്തിൽ രണ്ടാമതായിരുന്നവരല്ല. പക്ഷേ അവരെയെല്ലാം ചരിത്രം രണ്ടാമതാക്കിയോ മൂന്നാമതാക്കിയോ ശ്രദ്ധയിൽപ്പെടുത്താതെയോ മാറ്റി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പം TK മാധവൻ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശ്രേണിയിൽ TK മാധവൻ്റെ പേരില്ല. ഡോക്ടർ പൽപ്പുവിനെ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. കുമാരനാശാനെ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരൊന്നും ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്തവരായി മാറ്റപ്പെട്ടത് വെറും ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇന്നത്തെ നവോത്ഥാന സങ്കല്പത്തിൽ വരുമ്പോഴത്തേക്കും നവോത്ഥാനത്തിന് ഓരോ സമുദായത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈഴവരുടെ പ്രാധാന്യം ഗുരുവിന് പോയി, നായരുടെ പ്രാധാന്യം ചട്ടമ്പിസ്വാമിക്ക് പോയി, പുലയരുടെ പ്രാധാന്യം അയ്യങ്കാളിക്ക് പോയി, ഇങ്ങനെ അങ്ങ് മാറി. നാടാറുടെ വൈകുണ്ഠസ്വാമിക്ക് പോയി. ഇങ്ങനെ വെറും ജാതി മാത്രം വെച്ചുകൊണ്ട് ഈ സാമൂഹ്യ പരിഷ്കരണത്തെ വിലയിരുത്തുകയും സാമൂഹ്യ നവോത്ഥാനത്തെ വിലയിരുത്തുകയും ചെയ്തപ്പം ഗുരു ഈ ഒരു സമുദായത്തിൽ നിന്ന് പെട്ടതുകൊണ്ട് ആ സമുദായത്തിലുണ്ടായ മറ്റു മഹാത്മാക്കളാരും തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത തരത്തിലേക്ക് മാറി. എന്നാൽ ആ കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇവരാരും ഒരിക്കലും രണ്ടാമതാവുന്നവരല്ല. അത്ര ധീരന്മാരും അത്ര ശേഷിയുള്ളവരും അത്ര ദീക്ഷണാശാലികളും എഴുത്തുകാരും എല്ലാവർക്കും പത്രം ഉണ്ടായിരുന്നവരാണ്. മിതവാദി കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ നോക്കുമ്പോൾ അത്രയും അപ്പോൾ ഗുരു ഇവരെയെല്ലാം സംഘടിപ്പിച്ച് ചേർത്ത് കൊണ്ടുവന്ന് അപ്പോൾ ഗുരുവിനെ ഇവരെല്ലാം രക്ഷകനായി കണ്ട് ആ നിലയിൽ ഈ സമൂഹത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കണം, സമത്വം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അതിൽ നിന്നുള്ള ഗുരു ലക്ഷ്യം വെച്ചത്.
എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഈ അബദ്ധം പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നതിൽ നിന്ന് മനുഷ്യർക്ക് ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമായി ചിന്താശേഷിയായി ഈ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും സ്വാഭാവികമായും ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ? എന്നിട്ടും മാറുന്നില്ല. ഇത് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ഈ ഈ ഈ വർണ്ണചിന്തയും ജാതിചിന്തയും മാറുന്നില്ല. അപ്പം അത് ഇതെങ്ങനെ അതിന് പല യുക്തികൾ കാലാകാലങ്ങളിൽ ഈ വർണ്ണത്തെയും ജാതിയെയും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനൊരു കൂട്ടമായി ഈ സമുദായം മാറണം എന്നുള്ള ഒരു താല്പര്യം ഗുരുവിനുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാവാം ഈ പറഞ്ഞതുപോലെ ഇവർക്ക് അവരുടെ താല്പര്യത്തെ മാനിച്ച് ഈ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനിയിലും പെടാത്ത എന്നാൽ ഈ പറഞ്ഞ പോലെ ഗുരുവിനെ പിൻപറ്റുന്ന ഈ സമൂഹത്തിന് വേണ്ടി ഗുരു കാരുണ്യപൂർവ്വം ഈ തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ലക്ഷ്യം ഈ തീർത്ഥാടനത്തിനും ഈ ജനവിഭാഗത്തിനും ഉണ്ട് എന്നുള്ളത് ഈ തീർത്ഥാടകരും ഈ ജനവിഭാഗവും തിരിച്ചറിയുമ്പോൾ മാത്രമേ അവരുടെ ഐഡൻറ്റിറ്റി ഇപ്പം ഈ ഐഡൻറ്റിറ്റി പണയം വെക്കാതെ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഗുരുവിനെ പിൻപറ്റുന്നവരെല്ലാം ചെയ്യുന്നത് ഈ ഗുരുവിനെയും ഈ ഒരു വലിയ ആശയത്തെയും ഇത്രയും ഒരു പശ്ചാത്തലമുള്ളവർ അവരുടെ പശ്ചാത്തലത്തെയും അവരുടെ വ്യക്തിത്വത്തെയും സ്വത്വബോധത്തെയും എല്ലാം പണയം വെച്ചിട്ട് വിധേയരായി മാറുന്ന രീതിയാണ്. അപ്പം ഗുരു ആരെയും വിധേയരാക്കാനല്ല, അവരെ അവരുടെ ഐഡൻറ്റിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ഗുരു ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ഹിന്ദു മതത്തിൽ ഒരു ജാതി വിഭാഗമല്ലെന്നും ബുദ്ധ പാരമ്പര്യത്തിൽ ഉള്ള ഒരു സമൂഹം കേരളത്തിൽ വന്നുപെട്ട് ഈ പറഞ്ഞതുപോലെ സിംഗളത്ത് നിന്ന് വന്ന ഒരു ദേശപ്പേരാണ് നമ്മൾ ഈ സമുദായത്തിന് കിട്ടിയിട്ടുള്ളതെന്നും സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഗുരുവിനോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഗുരുവിൻ്റെ താല്പര്യത്തോട് ചേർന്ന് നിൽക്കാനും ഒരു സമത്വത്തിലേക്ക് ഈ സമൂഹത്തെ മധ്യവർത്തികളായി പ്രവർത്തിക്കുവാൻ അങ്ങും പെടാതെ ഇങ്ങും പെടാതെ നിന്ന് രണ്ടിടത്തും താഴെയുള്ളവരെ മുകളിലേക്കും മുകളിലൊന്ന് ഉണ്ടെന്ന് കരുതുന്നവരെ താഴേക്കും അടുപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രവർത്തനം സമുദായം എന്ന നിലയിൽ ചെയ്യേണ്ട കൂട്ടരാണ് ഇവരെന്നും ബോധ്യപ്പെടേണ്ടതാണ്. പിന്നെയാണ് അപ്പോൾ തീർത്ഥാടനത്തിന് ഇങ്ങനെ ഒരു അനുമതി കൊടുത്തതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ ഈ അഷ്ടലക്ഷ്യം പറയുന്നതോടൊപ്പം ഈ അഷ്ടലക്ഷ്യവും ഈ ഒത്തുചേരലും തീർത്ഥാടനത്തിന് തന്നെയും ഒരു പ്രത്യക്ഷമായ ലക്ഷ്യമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായ ഇതിൻ്റെ ഇപ്പം നമ്മളെല്ലാം തീർത്ഥാടനത്തിന് വരുന്നു, ഈ അഷ്ടലക്ഷ്യങ്ങളെ സംസാരിക്കുന്നു, പോകുന്നു. പക്ഷേ ഈ അഷ്ടലക്ഷ്യവും ഉൾപ്പെടുന്ന ഈ തീർത്ഥാടനത്തിന് തന്നെ ഒരു മഹത്തായ ലക്ഷ്യം വേറെയുണ്ട്. ഈ ഒരു സമൂഹം ഇങ്ങനെ ഒത്തുചേരുകയും അവർ ജാതി ഭേദത്തിനെതിരെയും മതദ്വേഷത്തിനെതിരെയും പ്രവർത്തിക്കുന്ന ധീരന്മാരായിട്ടുള്ള ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുമ്പം ഇന്ത്യയിൽ നോക്കുമ്പം ഇത്രയും വലിയൊരു മുദ്രാവാക്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഇല്ല. ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ ഈ SNDP യൂണിയൻ നേതാക്കന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ആലുവയിൽ പോയി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു SNDPയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഇത് വാസ്തവത്തിൽ എല്ലാ ഈ SNDPയുടെ പ്രവർത്തകരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. SNDPയുടെ ലക്ഷ്യം എന്താണ്? ഇവർക്കറിയില്ലായിരുന്നു കേട്ടോ. SNDPക്ക് ലക്ഷ്യമില്ല. അപ്പോൾ അവരിങ്ങനെ തപ്പി പിന്നെ ഈഴവ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരിക. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു ഈ SNDP യോഗം ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടാണ് ഗുരു ഇതെല്ലാം ചെയ്യുന്നത്. അത് യാതൊരു സംശയവും വേണ്ട. ജാതിഭേദം ഇല്ലാതാക്കുക, മതദ്വേഷം ഇല്ലാതാക്കുക, സർവരും സഹോദരത്വേന വാഴുന്ന ഒരു നിലയിലേക്ക് സമൂഹത്തെ എത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടി എത്ര കാലം പ്രവർത്തിച്ചാലും തീരാത്ത ടാർഗറ്റ് നമ്മുടെ കൈവശമുണ്ട്. ഇപ്പോൾ സമത്വം സാഹോദര്യം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളെക്കാൾ എത്ര ഈടുറ്റ മുദ്രാവാക്യമാണ് യഥാർത്ഥത്തിൽ ഈ SNDP യോഗത്തിന് ഗുരു കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലേ ആ സംഘടനയുടേതായ നിലയിൽ ഉയർന്നു വരത്തുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യം തിരിച്ചറിയാതെ വന്നതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരിലും നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുമ്പം നമ്മൾ ഓരോരുത്തരിലും ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യമുണ്ട്.
അപ്പോൾ ശരിക്കും ഒരു ലക്ഷ്യബോധമുള്ളൊരു കൂട്ടരായി ഇതുവരെ. ഒരു തികച്ചൊരു അത് വളരെ കൃത്യമായും പ്രാവർത്തികമാക്കേണ്ടുന്ന വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ, ആകണം നമ്മൾ. അല്ല ഉണ്ണു ഉറക്കുക എന്നുള്ള ഈ വെറും നമ്മുടെ ഈ ദൈനംദിന കാര്യങ്ങൾ ഒരു മറ്റൊരു ജനസമൂഹം ജീവിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് വളരെ പ്രഖ്യാപിതമായ ലക്ഷ്യമുണ്ട്, അത് ആർജിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു ലക്ഷ്യത്തെ തന്നിട്ടാണ് ഗുരു ഈ പറഞ്ഞ സംഗതികളെല്ലാം അനുവദിച്ച് തന്നിട്ടുള്ളത്. ഇനി ആ ലക്ഷ്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ യൂറോപ്പിൻ്റെ ആണ്ടുപിറപ്പ് പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട്? ഇപ്പം നമ്മളിപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഏതൊരു മഹാത്മാവും ദേശീയതയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭാരതം എന്നുള്ളത് അത് വിദേശമല്ല. വിദേശം എന്നുള്ള വരുമ്പോഴും ദേശം ഉണ്ടെങ്കിലേ വിദേശമുള്ളൂ. അപ്പം ദേശം ഉണ്ടെങ്കിലേ വിദേശമുള്ളൂ. അപ്പം അവിടെ നമുക്ക് വിദേശമൊന്നും പറയാനൊക്കത്തില്ല. മനസ്സിലായില്ല? എന്നുവെച്ചാൽ അതിരില്ലാത്ത സിദ്ധാന്തമാണ്. അപ്പം ദേശം എന്നുള്ള പരിമിതപ്പെടുത്തലില്ല. ഗുരു ഒരു ദേശീയവാദിയേ ആയിരുന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ ശരിക്കും ഇപ്പം ഈ സംഘപരിവാറും ശ്രീനാരായണ ദർശനവും തമ്മിൽ പൊരുത്തപ്പെടാത്തതിൻ്റെ കാര്യം എന്താ? അതെങ്ങനെ കൂട്ടിയിണക്കി ചെന്നാലും അത് ശരിയാവത്തില്ല. അത് എന്താ കാര്യം? സംഘം ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സംഘപരിവാർ ഭാരതം എന്നുള്ള ഒരു ദേശീയതയിലാണ് സംഘത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ ഗുരുവിന് ദേശീയത ഇല്ല. ഗുരുവിന് അല്പമെങ്കിലും ദേശീയത ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും യൂറോപ്പിൻ്റെ ആണ്ടുപിറപ്പ് ഇതിനനുവദിച്ച് കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ ഗുരുവിന് ദേശീയത ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ ദേശീയതയോ പ്രാദേശികതയോ അങ്ങനെ ഏതെങ്കിലും ഒരു പരിമിതപ്പെടുത്തലിന് വിധേയനല്ല ഗുരു. ഇനി ഗുരുവിൻ്റെ വർത്തമാനത്തിലും അല്ലെങ്കിൽ ഇടപെടലുകളിലും ഗുരുവിൻ്റെ ജീവിതത്തെ പരിശോധിച്ച് നോക്ക്. അപ്പം യൂറോപ്പിനാണ് നമ്മുടെ ഗുരുവാണെന്ന് പറഞ്ഞത് അല്ലേ? ബ്രിട്ടീഷുകാരെ നമുക്ക് സന്യാസം എന്ന അവരാ എന്ന് പറയുന്നു. എന്താ? അപ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ പറയാൻ ഇന്ത്യയിൽ ആർക്കാ കഴിയുക? ഇന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. യൂറോപ്യന്മാർ നമ്മുടെ ഗുരുക്കന്മാരാണ്, അവരാണ് നമുക്ക് സന്യാസം തന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും അതിൻ്റെ പരിഹാസവും. അത് വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു സറ്റയറാണ്, പരിഹാസമാണ്. ഇത്രയും യുക്തമായൊരു പരിഹാസം ഒരുപക്ഷെ നമുക്ക് തിരഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു സുകുമാരാഴിക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ ഈ പുള്ളി വളരെ നന്നായി ഇങ്ങനെ പ്രസംഗിച്ച് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്കറിയാമോ? അപ്പോൾ എല്ലാവരും പരതി ഇങ്ങനെ. അപ്പം ഗാന്ധി സമരം ഉണ്ടാക്കിയത് കൊണ്ടാണ്, സുഭാഷ് ചന്ദ്രബോസ് അവിടെ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ദേശീയ നേതാക്കന്മാരിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല, അവർക്ക് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാമായിരുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറയണേ പരമാവധി എന്ത് പറയും? പരമാവധി നമ്മളെന്താ ഇംഗ്ലീഷിൽ പറയുക? ഗെറ്റ് ഔട്ട് എന്ന് പറയും. പക്ഷേ ഗാന്ധി ഗെറ്റ് ഔട്ട് എന്നല്ല പറഞ്ഞത്, ക്വിറ്റ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അറിയാവുന്നോ പിന്നെ ഇവിടെ നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? അത് വലിയൊരു തമാശ. ആരുടെ? സുകുമാരാഴിക്കോടിൻ്റെ. എന്നതുപോലെ ഈ ഗുരുവിൻ്റെ ഈ പരാമർശം, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നതെന്ന് പറഞ്ഞതിൻ്റെ ആ പരിഹാസവും അതിൻ്റെ നർമ്മവും ഇനിയും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഈ ഗുരുവിനെ ഇപ്പം നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പഠനവും പറച്ചിലും നടക്കുന്ന വേറെ ഒരു മഹാത്മാവും ഇല്ല. ഇതിനകത്ത് മൊത്തം ഗുരുവിനെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഗുജറാത്തിലെ ഒരു മാഗസിന് ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി കൊടുത്തത് എന്താ അറിയാമോ? വ്യാഖ്യാതാക്കളാൽ തമസ്കരിക്കപ്പെടുന്ന ശ്രീനാരായണ ദർശനം. വ്യാഖ്യാതാക്കളാൽ തമസ്കരിക്കപ്പെടുന്ന. അപ്പം ഈ ഏതെങ്കിലും ഒരു വ്യാഖ്യാതാവിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ഗുരുവിനെ അയാൾക്ക് കഴിയുന്ന മാതിരി ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട്. 10 പേര് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ഗുരുവിനെ പിന്നെ കാണാനേ പറ്റത്തില്ല. അപ്പോൾ ഗുരുവിനെ മറക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അപ്പോൾ അവർക്കറിയില്ല, അവർ അങ്ങ് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദർശനമാലയെക്കുറിച്ച് ഒരുവൻ്റെ വർത്തമാനം ഞങ്ങൾക്ക് അപ്പം ചൊല്ലാൻ തീരെ അറിയില്ല.
ചൊല്ലാൻ തന്നെ പഠിച്ചിട്ടില്ല. പക്ഷേ ആധികാരികമായിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ്, ഇത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് വിടുക. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഈ ഈ ഈ പാവങ്ങൾ അവർക്കിത് ദിശാബോധം ഇല്ലാതെ വന്നു. എന്താണ് ഗുരു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഓരോരുത്തരും പറഞ്ഞ് എന്ത് ചെയ്തു, വികലമാക്കി കളഞ്ഞു, വികൃതമാക്കി കളഞ്ഞു. അങ്ങനെ വരുമ്പം ഗുരുവിനെ നമുക്കിപ്പോൾ ഗുരുവിനെക്കുറിച്ച് ഇപ്പോൾ ഓരോന്ന് നോക്കുമ്പം ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായ ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാക്കും പ്രവൃത്തിയും എല്ലാം തന്നെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. അങ്ങനെ പിന്തുടരുമ്പോഴാണ് അങ്ങനെ പിന്തുടരുമ്പോൾ കിട്ടുന്ന ഒരു വളരെ ശ്രദ്ധേയമായ പോയിൻ്റാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് യൂറോപ്പിൻ്റെ ആണ്ടുപിറപ്പിന് തീർത്ഥാടനം അനുവദിച്ചു? കാരണം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദേശീയത ഇല്ലെന്ന് മാത്രമല്ല, ഈ ദേശീയതയെ ഇത്രയേറെ ജാതിവത്കരിച്ച് ഇത്രയേറെ ഹീനമാക്കി വികൃതമാക്കിയ അതിനൊരാശ്വാസം എന്ന് പറയുന്നത് ഇത് വിട്ടുള്ള വേറൊരു ഇതിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് എന്തെടുത്താലും അതിനകത്ത് ഈ വൃത്തികേടുകൾ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ദേശീയത ഇല്ലെന്ന് മാത്രമല്ല, ദേശീയതയിലെ വൈകൃതം നന്നായി തിരിച്ചറിയുകയും ഗുരു ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദേശീയതയോട് അല്പമെങ്കിലും ചേർന്ന് നിന്നാൽ അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെ കൂടെ വികലമാക്കും എന്നുള്ളത് ഗുരുവിന് കൃത്യമായും അറിയാമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് യൂറോപ്യൻ ആണ്ടുപിറപ്പിനെയും ലോകമഹാ യുദ്ധം നടക്കുമ്പം ബ്രിട്ടീഷുകാർ ജയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ത്യയിലുള്ള ഒരുവൻ പറയണമെങ്കിൽ അത് അപാരമായ കാഴ്ചപ്പാടുകൊണ്ടാണ്. വളരെ അത്ര സുവ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടും ആണ് അങ്ങനെ പറയുവാൻ ആ സാഹചര്യത്തിൽ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ ഇത്രയും 100 വർഷം കഴിഞ്ഞിട്ടും അതിനെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പം അതിൻ്റെ ഗൗരവത്തെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പറഞ്ഞു പോകുന്നു, ഇപ്പം ഗുരുവിനെ ധാരാളമായി പറയും എന്നുള്ളതല്ലാതെ അന്ന് എന്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ ജയിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഗുരു പറഞ്ഞു എന്നുള്ളത് ഇന്ന് പോലും നമ്മൾ 100 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് വരുമ്പോഴാണ് ഗുരു ഈ പറഞ്ഞതുപോലെ വേറിട്ട. എന്നിട്ട് നമുക്ക് ഈ അവസാനത്തെ നമ്മുടെ പള്ളാത്തുരുത്തി സന്ദേശം കൂടി നോക്കുമ്പം വളരെ കൃത്യമാണ് ഈ ഒരു സമുദായത്തെ ഗുരുവെന്ന് പറയുന്ന സൂര്യ വെളിച്ചത്തിൽ ഈ ഒരു സമൂഹം സംഘടിച്ച് ഈ ലോകത്താകമാനം സമത്വം വിതറുവാൻ കഴിയണമെന്നുള്ള ആ താല്പര്യം ഗുരുവിനുണ്ടായിരുന്നു എന്നുള്ളത് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരിക്കൽ CV ഈ ക്ഷേത്രം അന്ന് ഗുരുവിൻ്റെ ചിത്രം വെച്ച് പൂജിക്കുന്ന ഇടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിനോടിത് ഒരു വിമർശന ബുദ്ധിയോടുകൂടി CV വന്ന് പറയുമ്പം ഗുരു CVയോട് പറയുന്നുണ്ട്, കുഞ്ഞിരാമൻ നോക്കിക്കോ, നാം ലോകത്ത് നിറഞ്ഞു നിൽക്കും എന്ന്. ഇപ്പം അവിടെയായി ഇപ്പം അന്ന് കോലത്തുകരയിൽ ഗുരുവിൻ്റെ ചിത്രം കുമാരനാശാനാണ് പ്രതിഷ്ഠ നടത്തിയത്. ഇന്ന് അവിടെ പോയി കാണുന്ന ആ ചിത്രം കുമാരനാശാൻ പ്രതിഷ്ഠ ചെയ്തതാണ്. അന്നും അവിടെ പൂജ ചെയ്യുന്നതാണ്, അന്നേ അവിടെ പൂജ ചെയ്യുന്നത്. പിന്നെ തലശ്ശേരി ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ സാമ്പ്രദായികമായി തന്നെ ഗുരുവിനെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ അതിനെ വിമർശനാത്മകമായി CV ഗുരുവിനോട് തന്നെ പറഞ്ഞപ്പം കുഞ്ഞിരാമൻ നോക്കിക്കോ, നാം ലോകത്ത് നിറഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞാൽ ഇതിവിടം കൊണ്ട് തീരില്ല, ലോകം മുഴുവൻ ഇമാതിരിയാകും. അപ്പോൾ ഗുരുവിനെ അറിയാമായിരുന്നു ലോകം എങ്ങനെയാണ് ഗുരുവിനെ സ്വീകരിക്കുന്നതെന്നുള്ളത്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നും. അപ്പോൾ അതുകൂടെ കൊണ്ടിട്ടാണ് ഈ പള്ളാത്തുരുത്തിയിൽ വെച്ചിട്ട് സമുദായം ഇങ്ങനെ മതസംബന്ധമായ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ടെന്നും അങ്ങനെ ഇതൊരു മതമായി മാറണമെന്നും ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഒരു സനാതന ധർമ്മമായി കാണുന്നവർ ഒത്തുചേർന്ന് ഒരു മതമായി രൂപപ്പെട്ട്, അപ്പോൾ ആ മതത്തിൻ്റെ ആചാര്യനും ദൈവവും ആരായിരിക്കും? യാതൊരു സംശയമില്ല. അപ്പോൾ കണ്ടോ, അങ്ങനെ വരണം എന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് തിരിച്ചറിഞ്ഞിട്ടാണ് കുമാരനാശാൻ ഉൾപ്പെടെയുള്ളവർ, ബോധാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രബലൻ ഈ 2 കൂട്ട് എന്ന് വെച്ചാൽ സന്യാസ ശിഷ്യന്മാരും
ഗൃഹസ്ഥ ശിഷ്യന്മാരും ചേർന്നുകൊണ്ട് ശ്രീനാരായണ മതം എന്നുള്ളതിന് രൂപം കൊടുത്തത്. പക്ഷെ പിന്നീടാണ് അത് ഉണ്ടായാൽ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതം തിരിച്ചറിഞ്ഞവർ ആ നീക്കത്തെ പൊളിക്കുകയാണ് ഉണ്ടായത്. തടയുകയല്ല, തടഞ്ഞ ഷിബു ശക്തമാകും. ഏതു സംഗതിയും തടഞ്ഞാൽ ശക്തമാകും. അതുകൊണ്ടാണ് ഒരിക്കലും ഇവരാരും ഒന്നും തടയത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? പൊളിക്കുകയാണ് ചെയ്യുന്നത്. പൊളിക്കാൻ എന്താ എളുപ്പം? അകത്ത് കയറണം. ഇന്നിപ്പം ശ്രീനാരായണ നോക്കുമ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവരെല്ലാം അകത്ത് കയറി പൊളിക്കുന്നവരാ, തടയുന്നവരല്ല. തടഞ്ഞാൽ പറ്റില്ല. ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 60, 70, 80 കാലഘട്ടങ്ങളിൽ ശ്രീനാരായണ ഗുരുവിനെ ഇവരെല്ലാം വിളിച്ചിരുന്നത് സിമൻറ്റ് നാണുന്നായിരുന്നു. അന്ന് ഇവരെല്ലാം പറയുമായിരുന്നു ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്നത് തേങ്ങ അടിച്ച് തലയിൽ അങ്ങനെയാണെന്ന് പറയുമായിരുന്നു. അന്ന് ആക്ഷേപമായിരുന്നു. എന്നുവെച്ചാൽ അത് എന്താ ഈ തടയുന്നതിൻ്റെ രീതിയാണ്. അങ്ങനെ വന്നപ്പോൾ എന്തായി, മറ്റുള്ളവർ ഈ ഗുരുവിശ്വാസികളായിട്ടുള്ളവരുടെ വികാരം കൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇപ്പം ഒരു 90-കൾക്ക് ശേഷമാണ് ഈ ഗുരുവിൻ്റെ അവധാനതകളെ പാടാൻ തുടങ്ങിയത്. ഇപ്പം ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ എന്ത് ചെയ്തു? ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രഭാഷകരായി മാറി. ഇന്നിപ്പം കേരളത്തിൽ ഗുരുവിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഈ പൊളിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്നവരാണ്. അത് തിരിച്ചറിയത്തില്ല, പാവങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഗുരുവിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവരെന്ത് ചെയ്യുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം, അത് ദൈവദശകമെന്ന് വിളിച്ചാൽ പോരാ, അത് ദൈവോപനിഷത്താണ് എന്ന് പറയും. അങ്ങനെ പറയുന്നത് ഇപ്പോൾ പലരും ദൈവോപനിഷത്തെന്ന് പറയും. അപ്പം പിന്നെ വിശ്വാസികൾക്ക് വലിയ സന്തോഷമായി, ഉപനിഷത്തായില്ലേ. അപ്പം സ്വാമി തൃപ്പാദങ്ങൾ ഉപനിഷത്താണ്. പിന്നെയോ ഇങ്ങനെ ഈ ഗുരുവിൻ്റെ കൃതികളെല്ലാം തന്നെ ഈ വേദോപനിഷത്തുക്കളുടെ അതിൽ നിന്നെടുത്തതാണ് എന്നുള്ള തരത്തിലേക്കാണ് ഇത് വ്യാഖ്യാനം വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുരുവിനെ ഒരു ദാർശനികനായി കാണാൻ കഴിയുന്നില്ല. കാണാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതെ. ഇത് നമ്മുടെ നമ്മുടെ ഇപ്പോൾ വ്യാഖ്യാതകൾക്ക് പോലും വേണ്ടത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു വസ്തുത. ഇപ്പം നോക്കുമ്പം ചിലർ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറയും. പിന്നെ ഗുരുവിൻ്റെ ദർശനം ഭാരതീയ ദർശനങ്ങളുടെ മൂല്യ നവീകരണമാണ് ഗുരുവിൽ കാണാൻ കഴിയുന്നത്, അല്ലേ? ഭാരതീയ ദർശനത്തിൻ്റെ മൂല്യ നവീകരണം. അപ്പോൾ ഈ മൂല്യ നവീകരണം എന്ന് കേട്ടപ്പോഴത്തേക്കും അത് വലിയ എന്തോ ഒരു കാര്യമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. യഥാർത്ഥത്തിൽ മൂല്യ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ നമ്മുടെ നാട്ടിലൊക്കെ പൂശാനുണ്ടോ എന്ന് വെച്ച് ഈ അണ്ണാച്ചിമാർ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെന്താ? ഈ ഓട്ടുപാത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാതെ വരുമ്പോൾ എന്താവും? ക്ലാവ് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ അണ്ണാച്ചി വന്നിട്ട് എന്ത് ചെയ്യും? പൂശും. എന്ന് പറഞ്ഞാൽ ആ ഓട്ടുപാത്രം മൂല്യം നവീകരിച്ചു, വീണ്ടും അത് ഉപയോഗിക്കാൻ തക്കവണ്ണം ആക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൂല്യ നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ നിന്ന് വളരെ പ്രത്യക്ഷമായി മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് അണ്ണാച്ചിമാർ ചെയ്യുന്നൊരു പണിയാണ്. ഇപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ ഈ അണ്ണാച്ചിമാർ ചെയ്ത പണിയാണോ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ മൂല്യ നവീകരണത്തിൻ്റെ നിരർത്ഥകത, അത് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത്. പക്ഷേ ഈ മൂല്യ നവീകരണം, റീവാലുവേഷൻ എന്നൊക്കെ പറയുമ്പം നമുക്കത് എന്ത് തോന്നും? എന്തോ വലിയൊരു സാധനമാണെന്ന് തോന്നും. പക്ഷേ ആ സാധനം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കുമ്പോഴാണ് പല കാഴ്ചപ്പാടുകളും ഈ പറഞ്ഞതുപോലെ ഈ ദർശനത്തിൻ്റെ തനിമയെ തിരിച്ചറിയാതെ ഈ പറഞ്ഞതുപോലെ ഭാരതീയ ദർശനത്തെ മൂല്യനവീകരിച്ചും അല്ലെങ്കിൽ അതിനെ പുനരാവിഷ്കരിച്ചും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാം ഒരു സ്കോളാസ്റ്റിക് വർക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിത സമാനമായി ഗുരുവിനെ മാറ്റും. ഗുരു ഒരു പണ്ഡിതനായിരുന്നില്ല, അത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇവരുടെ എല്ലാം വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഗുരുവിനെ ഒരു പണ്ഡിതനായി മനസ്സിലാക്കേണ്ടി വരും. പണ്ഡിതൻ പറഞ്ഞാൽ വേദം പഠിച്ചു, ഉപനിഷത്ത് പഠിച്ചു, പിന്നെന്താ ബ്രഹ്മസൂത്രം പഠിച്ചു, ഈ സംഗതികളെല്ലാം പഠിച്ചൊരു പണ്ഡിതൻ. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് ഗുരു ഈ പറഞ്ഞതുപോലെ
ഉള്ളതിനെ മൂല്യനവീകരിക്കുകയോ അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ച് പുനരാവിഷ്കരിക്കുകയോ ആയിരുന്നില്ല. മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം തിരിച്ചറിഞ്ഞ ദാർശനികനാണ് എന്നാണ് നമ്മൾ ഈ മണ്ണിൽ നിന്ന് മനസ്സിലാക്കി പിരിയേണ്ടത്. അപ്പം മറ്റെല്ലാ വ്യാഖ്യാനങ്ങളും അവസാനം ചെന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും? ആ മൂല്യനവീകരണമോ അല്ലെങ്കിൽ പുനരാവിഷ്കരണമോ ഈ തരത്തിലേക്ക് മാറുമ്പം നമ്മൾ ഈ മണ്ണിൽ നിന്ന് മനസ്സിലാക്കി പിരിയേണ്ടുന്നത് ഗുരു ഈ പറഞ്ഞതുപോലെ മൂല്യനവീകരണോ അതേപോലെ തന്നെ പുനരാവിഷ്കാരനോ ആയിരുന്നില്ല. ഈ മാർഗത്തിൽ പിന്തുടർന്ന് ആത്മാന്വേഷണം നടത്തി മരുത്വാമലയിൽ തപം ചെയ്ത് തപസ്സിലൂടെ ഈ പ്രപഞ്ച സത്യവും തൻ്റെ ഉണ്മയെയും ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെയും തിരിച്ചറിഞ്ഞ ദാർശനികനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഗുരുവിൻ്റെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും അർത്ഥം നമുക്ക് യഥാതഥമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ എത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ ഈ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ഒരു പണ്ഡിതനായ ഗുരുവിനെ അല്ല നമ്മൾ അറിയേണ്ടത്. മറിച്ച് പണ്ഡിതന് പിടികിട്ടാത്ത, പണ്ഡിതന് ബോധ്യമാവാത്ത ഈ ഒരു ദാർശനികനെയാണ്, തപം ചെയ്തു നേടിയ, തപസ്സനുഷ്ഠിച്ച് സത്യത്തെ ബോധ്യപ്പെട്ട സത്യദർശിയായ ഗുരുവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവിന് വേണ്ടിയായിരിക്കണം നമ്മൾ ഈ ചെറിയ കൂട്ടം നിരന്തരമായി പ്രവർത്തിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു കാര്യമുള്ളത്, ഈ നമുക്കൊരു കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാവണം. വെറുതെ മഞ്ഞ കൊടുത്തിങ്ങനെ നടന്നാൽ പോരാ. മറിച്ച് ഈ മഞ്ഞ അല്ലെങ്കിൽ ഇതിനോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ നമുക്ക് പർപ്പസുണ്ട്, നമുക്ക് ലക്ഷ്യമുണ്ട്. അത് യാതൊരു സംശയവും വേണ്ട. ജാതിഭേദം, മതദ്വേഷം, മനുഷ്യനെ തമ്മിൽ തിരിക്കുന്ന യാതൊന്നുമില്ലാത്ത ഒരു സാമൂഹ്യ സൃഷ്ടി എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ള കടമയും കർത്തവ്യവും. ആ കടമയും കർത്തവ്യവും നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ മണ്ണിലിരിക്കുന്നതിന് യോഗ്യത ഉണ്ടാവൂ. അല്ലാതെ ഈ വിഭാഗീയമാക്കുന്ന, മനുഷ്യനെ തരംതിരിക്കുന്ന, മനുഷ്യനെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ദേശീയതയുടെ പേരിലും തരംതിരിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പോയാൽ നമ്മൾ ഈ മണ്ണിലിരിക്കാൻ യോഗ്യരല്ല എന്ന് ഉള്ള തിരിച്ചറിവ് നമുക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ ഈ വർത്തമാനം നിർത്താം. അപ്പോൾ നമുക്ക് ഈ മണ്ണിലിരിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു തികഞ്ഞ ലക്ഷ്യം ഉണ്ടാവണം. ഒരു പർപ്പസിന് വേണ്ടി ജീവിക്കണം. ഉദ്ദേശവും ലക്ഷ്യവും എന്നാ ഗുരുവിൻ്റെ വാക്ക്. ഉദ്ദേശം. അതെ, ശരി, ആയിക്കോട്ടെ. നമസ്കാരം.